എല്ലാവർക്കും നമസ്കാരം. നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ യൂണിറ്റിൻ്റെ ആദ്യത്തെ സെക്ഷനായിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ ആ ടോപ്പിക്കിൽ നമ്മൾ രണ്ട് കണ്ടൻസ് പഠിച്ചിരുന്നു. അതിൽ ഒന്നാമത്തത് ചാർജ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്. ആ പ്രോപ്പർട്ടീസ് നമ്മൾ ഒന്നുകൂടെ ഓർക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി ലൈക്ക് ചാർജസ് റിപ്പൽസ്, അൺലൈക്ക് ചാർജസ് അട്രാക്ട്. രണ്ടാമത്തെ പ്രോപ്പർട്ടി കോണ്ടൈസേഷൻ, Q ഈസ് ഈക്വൽ ടു NE. കോണ്ടൈസേഷന് കാരണവും നമ്മൾ പറഞ്ഞു, ഒരു രണ്ട് വസ്തുക്കളെ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ, രണ്ട് ഇലക്ട്രോൺ, മൂന്ന് ഇലക്ട്രോൺ എന്ന രീതിയിലാണ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫർ ഇൻ ഇൻഡിജർ ഫോം. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ചാർജ് ഈസ് അഡിറ്റീവ്. ടോട്ടൽ ചാർജ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദി ആൾജിബ്രൈക് സം ഓഫ് ദ ചാർജസ്. നാലാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞാൽ ചാർജ് ഈസ് കൺസർവ്. അത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി പോയതാണ്. അതിൽ രണ്ടാമത്തെ കണ്ടന്റ് നമ്മൾ പഠിപ്പിച്ചത് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ആണ്. അതിൽ 3 മെത്തേഡ്സ് പഠിച്ചു. ഫ്രിക്ഷൻ പഠിച്ചു, കണ്ടക്ഷൻ പഠിച്ചു, ഇൻഡക്ഷൻ പഠിച്ചു. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇൻഡക്ഷൻ ആണെന്നും അതിന്റെ കാരണം എന്താണെന്നും നമ്മൾ പറഞ്ഞു. ഇനി അതുമായിട്ട് കണക്ട് ചെയ്ത് രണ്ട് പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് മനസ്സിലാക്കി പോകാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അത് പലതവണയായിട്ട് ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു കൂളമോ ചാർജ് ഉണ്ടാക്കാനായിട്ട് എത്ര ഇലക്ട്രോൺസിന്റെ ആവശ്യകത ഉണ്ട്? അത് കാണാനായിട്ട് നമ്മൾ കോണ്ടൈസേഷൻ റൂള്, ആ ഫോർമുല എടുക്കാം. Q ഈസ് ഈക്വൽ ടു NE. അപ്പോൾ അവിടെ N ഈസ് ഈക്വൽ ടു Q ബൈ E. Q ഇവിടെ തന്നിരിക്കുന്നത് 1 കൂളം ആണ്. E മീൻസ് ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ ആണ് അവിടെ കൊടുക്കുന്നത്. ചാർജ് ഓഫ് ദി ഇലക്ട്രോണിന്റെ വാല്യൂ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, 1.6 × 10⁻⁹. ഇപ്പൊ ഈ -19 ന്യൂമറേറ്ററിൽ വരുമ്പോൾ +19 വരും. ആ +19 ഒരു 10 എടുക്കുക. ഇപ്പൊ 10/1.6. അപ്പൊ ഒരു 10 എടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര പൂജ്യം ഉണ്ട്? 18 പൂജ്യം. ഇനി 10/1.6, 6.25. അപ്പൊ അതിന്റെ ആൻസർ 6.25 × 10⁻18. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A polythene rubbed with wool is found to have a negative charge. ഇപ്പൊ നെഗറ്റീവ് ചാർജ് കിട്ടാൻ കാരണം എന്തായിരിക്കാം? ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് നെഗറ്റീവ് ചാർജ്. ഇപ്പോ പോളിത്തീൻ എന്ത് ചാർജ് കിട്ടി? നെഗറ്റീവ് ചാർജ് കിട്ടി. അതിനർത്ഥം വൂളിന്ന് പോളിത്തീനിലോട്ട് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ്. എത്ര ഇലക്ട്രോൺസ് പോളിത്തീനിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ദെയർ എനി ട്രാൻസ്ഫർ ഓഫ് മാസ്? ഇങ്ങനെ ചാർജ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മാസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാനായിട്ട് ഏത് റൂൾ തന്നെ ഉപയോഗിക്കാം? കോണ്ടൈസേഷൻ. Q ഈസ് ഈക്വൽ ടു NE. ഇപ്പൊ NE ഈസ് ഈക്വൽ ടു Q ബൈ E. ആ Q ന്റെ വാല്യൂ ഇവിടെ 3.2 × 10⁻⁷. E യുടെ വാല്യൂ 1.6 × 10⁻⁹. ഇപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 2 × 10⁻12. കാരണം 3.2 / 1.6 എന്നുള്ളത് 2 ആണ്. -19 ന്യൂമറേറ്ററിൽ വരുമ്പോ +19, +19 -7 +12. ഇനി ഒരു ഇലക്ട്രോണിന്റെ മാസ് 9.1 × 10⁻31 കിലോഗ്രാം എന്ന് കഴിഞ്ഞ വർഷം ആദ്യത്തെ യൂണിറ്റിൽ നിങ്ങൾ പഠിച്ചിരുന്നു. ഇപ്പൊ 2 ഇലക്ട്രോൺ ആണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ 2 × 9.1 × 10⁻31. ഇവിടെ എത്ര ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്? 2 × 10⁻12. അപ്പൊ ഇതിന്റെ ആൻസർ കാണാനായിട്ട് 2 × 10⁻12 × 9.1 × 10⁻31. അപ്പൊ +12 -31
അപ്പൊ നമുക്ക് -18 ഇവിടെ 9.1 into 2, അപ്പൊ നമുക്ക് കിട്ടുന്നത് 18.2 ആണ് ഇൻറ്റു -19. അപ്പൊ 18.2 എന്ന് ഒരു 0 എടുത്തു കഴിഞ്ഞാൽ 1.82 എഴുതാമല്ലോ. ഇൻറ്റു 10 into 10⁻⁻19, അപ്പൊ 10⁻⁻18 കിലോഗ്രാം വരും. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്നു വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിലേക്ക് പോകാം. ഇവിടെ ഒരു ഉപകരണത്തെ കുറിച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഇല പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്, വി ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ലീഫ് എന്ന് പറയുന്നത്. ഇലക്ട്രോസ്കോപ്പ്. ഇപ്പൊ എന്താണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് മനസ്സിലാക്കി പോവുക. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ചെക്ക് ദ നേച്ചർ ഓഫ് ചാർജ് ഓൺ എ ബോഡി. ചാർജ് മെഷർ ചെയ്യാനല്ല, നേച്ചർ ഓഫ് ചാർജ്, പോസിറ്റീവ് ചാർജ് ആണോ നെഗറ്റീവ് ചാർജ് ആണോ എന്ന് അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രാം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് ജാറാണ്. ആ ഗ്ലാസ് ജാറിന് ഒരു ഇൻസുലേറ്റിംഗ് കോർക്കുണ്ട്. അതിലൂടെ ഒരു ബ്രാസ് റോഡ് കടത്തിയിരിക്കുകയാണ്. ആ ബ്രാസ് റോഡിന്റെ ഒരെൻഡില് ഒരു ബ്രാസിന്റെ ഡിസ്ക് ഉണ്ട്. ഇതിന്റെ താഴെയാണ് ഈ ഗോൾഡ് ലീഫ്. വളരെ തിന്നായിട്ട്, കഴിഞ്ഞ വർഷം ഇലാസ്റ്റിസിറ്റിയുടെ അകത്ത് മെറ്റീരിയൽസിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിരുന്നു. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഡക്റ്റൈൽ ആണ്, വലിച്ചു നീട്ടാൻ പറ്റുന്നത്. ബ്രിട്ടിൽ രണ്ടാമത്തത്, അടിച്ചാൽ പൊട്ടിപ്പോവും. മൂന്നാമത് മാലിയബിൾ, നിങ്ങൾക്ക് അടിച്ച് പരത്തി തിൻ ഷീറ്റാക്കി മാറ്റാം. അങ്ങനെ ഗോൾഡിനെ തിൻ ഷീറ്റാക്കി മാറ്റിയിരിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ നമുക്ക് ഇത് തയ്യാറെടുപ്പിക്കാം എന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ലീഫിന് ചാർജ് കൊടുക്കണം. ഒന്നെങ്കിൽ നെഗറ്റീവ് ചാർജ് കൊടുക്കാം, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് കൊടുക്കാം. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. അതെങ്ങനെ കൊടുക്കാമെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നമ്മളൊരു ട്രൈബോ ഇലക്ട്രിക് സീരീസ് ഞാൻ കാണിച്ചിരുന്നു. അതിൻ്റെ അകത്ത് ഗ്ലാസ് റോഡ് നമ്മൾ സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുക. ഗ്ലാസ് റോഡ് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസിന് പോസിറ്റീവ് ചാർജ് കിട്ടും. ആ പോസിറ്റീവ് ചാർജുള്ള ഗ്ലാസ് റോഡ് ഈ ഡിസ്കിൽ കൊണ്ട് ടച്ച് ചെയ്യുക. ആ ഗ്ലാസ് റോഡ് ടച്ച് ചെയ്യുന്നിടത്താണ് ചാർജ് ഉള്ളത്. അതൊരു കണ്ടക്ടർ അല്ല, ഇൻസുലേറ്റർ ആണ്. പക്ഷെ ഇതൊരു കണ്ടക്ടർ ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ചാർജ് ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലായിടത്തേക്കും പോയി ആർക്കും കിട്ടും? ആ ലീഫിനും കിട്ടും. അപ്പൊ ലീഫ് നേരത്തെ ഇങ്ങനെ അടുത്തായിരുന്നു വെച്ചത്, ലീഫ് അപ്പൊ റിപ്പൽഷൻ മൂലം എന്ത് ചെയ്യും? അകന്ന് നിൽക്കും. അപ്പൊ ഇങ്ങനെ വി ഷേപ്പ് ആകൃതിയിൽ അകന്ന് നിൽക്കും. അപ്പൊ അതിന് എന്ത് ചാർജ് കൊടുത്തു? പോസിറ്റീവ് ചാർജ്. ഇനി എങ്ങനെ നമുക്ക് നെഗറ്റീവ് ചാർജ് കൊടുക്കാം? ഗ്ലാസ് റോഡ് നമ്മൾ ഇന്നലെ ആ ട്രൈബോ ഇലക്ട്രിക് സീരീസിന് മുമ്പിലുള്ള ഏതെങ്കിലും വസ്തുവായിട്ട് റബ്ബ് ചെയ്യുക. അപ്പൊ ഗ്ലാസ് റോഡിന് നെഗറ്റീവ് ചാർജ്. ഇപ്പൊ നെഗറ്റീവ് ചാർജുള്ള ഗ്ലാസ് റോഡ് ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെന്ത് കിട്ടും? നെഗറ്റീവ് ചാർജ്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഒരു വസ്തുവിന് ചാർജ് ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കണം. ആ വസ്തുവിന് നമ്മളൊരു ഇൻസുലേറ്റിംഗ് ഹാൻഡിൽ വെച്ച് പിടിക്കുക. നമ്മുടെ ഹാൻഡ് വെച്ച് നേരിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൂടെ ആ ചാർജ് കണ്ടക്ട് ചെയ്ത് പോകും. എന്നിട്ട് ആ ബോഡി ഈ ഡിസ്കിൽ കൊണ്ട് ടച്ച് ചെയ്യുക. ഈ ലീഫ് വീണ്ടും അകന്നു പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ പോസിറ്റീവ് ചാർജ് കിട്ടിയത് കൊണ്ടല്ലേ. അപ്പൊ നമ്മൾ മുട്ടിച്ച ബോഡിക്ക് എന്ത് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കണം? പോസിറ്റീവ് ചാർജ്. ഇനി നമ്മളിങ്ങനെ കൊണ്ട് മുട്ടിക്കുമ്പോൾ ഈ ലീഫ് കൊളാപ്സ് ചെയ്തു, മീൻസ് ഇങ്ങനെ അടുത്ത് വന്നു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ കൊണ്ടുവന്ന് മുട്ടിച്ച ബോഡിക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി ഈ ബോഡി ഇങ്ങനെ ഒരു മാറ്റവും ഇല്ലാതെ നമ്മൾ മുട്ടിക്കുമ്പോൾ ഈ ലീഫിന് ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുകയാണ്. നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ മുട്ടിച്ച ബോഡിക്ക് ചാർജ് ഇല്ല. ക്ലിയർ ആയല്ലോ. ആ ഉപകരണത്തെ വിളിക്കുന്നവരാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഇനി നമ്മൾ ചാർജിന്റെ ഡെഫിനിഷൻ എന്താ പറഞ്ഞ? ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ വിച്ച് പ്രൊഡ്യൂസസ് ഇലക്ട്രിക് ഫോഴ്സ്, അല്ലെ?
അപ്പോൾ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് ഒരുപാട് സയന്റിസ്റ്റുകൾ ഒരുപാട് വർഷക്കാലം, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു 600 BC കണ്ടുപിടിച്ചൊരു കാര്യമാണ് ഇലക്ട്രിസിറ്റി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ച് വർക്ക് നടത്തിയിരുന്നു. അപ്പൊ അതില് ഏറ്റവും ഗഹനമായിട്ടുള്ള പഠനം നടത്തിയ സയന്റിസ്റ്റ് ആണ് ചാൾസ് അഗസ്റ്റിൻ ഡി കൂളം. ചാൾസ് അഗസ്റ്റിൻ ഡി കൂളമിന്റെ സമകാലീനായിട്ട്, ഇദ്ദേഹം ഒരു ഫ്രഞ്ച് സയന്റിസ്റ്റ് ആണ്, സമകാലീനായിട്ട് ജീവിച്ചിരുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഹെൻറി കാവൻഡിഷ്. ഇപ്പൊ ഹെൻറി കാവൻഡിഷും ഇതിനെപ്പറ്റി റിസർച്ച് നടത്തി, പരീക്ഷണം നടത്തി ഈ ലോ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മരിച്ച് 80 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പേപ്പർ മറ്റ് സയന്റിസ്റ്റുകൾക്ക് കാണാൻ പറ്റിയത്. അതിന് മുമ്പ് തന്നെ ഫ്രഞ്ച് സയന്റിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് അഗസ്റ്റിൻ ഡി കൂളം ഇത് കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിനാണ് ഈ പേറ്റന്റ് കിട്ടിയത്. ഹെൻറി കാവൻഡിഷ് ആണ് ആദ്യം ഇത് കണ്ടുപിടിച്ചെങ്കിലും ഇത് പക്ഷെ ആരും അറിയപ്പെടാതെ പോയി. അപ്പൊ അറിയപ്പെട്ട് അല്ലെങ്കിൽ അംഗീകാരം കിട്ടിയ സയന്റിസ്റ്റ് ചാൾസ് അഗസ്റ്റിൻ ഡി കൂളം എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്, ഫ്രഞ്ച് സയന്റിസ്റ്റ് ആണ്. ഹെൻറി കാവൻഡിഷും ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആണ്. അപ്പൊ ആ ലോയിനെ നമ്മൾ വിളിക്കുന്നത് കൂളംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ്. ഇതുപോലെ തന്നെ കൂളംസ് ലോ ഇൻ മാഗ്നറ്റിസം നിങ്ങൾ പഠിക്കും. ഇപ്പൊ കൂളംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മളിപ്പോ പഠിക്കുന്ന യൂണിറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അപ്പൊ ഈ ലോ യൂണിവേഴ്സൽ ലോ ഗ്രാവിറ്റേഷൻ പോലെ തന്നെ നിങ്ങൾ പറഞ്ഞ് എഴുതി പഠിച്ചു പോവുക. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ച് ക്ലിയർ ആക്കി തരാം. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്ഷൻ മാത്രമാണ്. ഇലക്ട്രിക് ചാർജസ് വരുമ്പോൾ അട്രാക്ഷൻ വരാം, റിപ്പൽഷനും വരാം. അതുകൊണ്ട് നമ്മൾ രണ്ടും പറയണം, അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു സ്റ്റേഷനറി. നിങ്ങൾ പഠിക്കുന്ന യൂണിറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അപ്പൊ സ്റ്റേഷനറി ചാർജസ് ആണ്, സ്റ്റേഷനറി പോയിന്റ് ചാർജസ്. ഇപ്പൊ കഴിഞ്ഞ വർഷം നിങ്ങൾ മോഷന്റെ അകത്ത് പോയിന്റ് ഓബ്ജക്റ്റ് പഠിച്ചിരുന്നു. സഞ്ചരിച്ച ദൂരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വസ്തുവിന്റെ വലിപ്പം കുറവാണെങ്കിൽ നമുക്ക് അതിനെ പോയിന്റ് ഓബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. റിലേറ്റീവ് കോൺസെപ്റ്റ് ആണ്, ആപേക്ഷികമാണ്. പോയിന്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ്. രണ്ട് ചാർജസിന്റെ ഗുണനഫലത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം, ആനുപാതികമായിരിക്കണം. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു the square of the distance between the charges. ഇപ്പൊ ഈ ലോ നിങ്ങൾ നല്ലോണം എഴുതി പഠിക്കുക. Directly proportional to the product of the charges and inversely proportional to the square of the distance between the charges. അപ്പൊ നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് ഇങ്ങനെ എഴുതി പോകാം. F proportional to Q1 Q2 by R square. അല്ലെങ്കിൽ ഈ ഫോർമുല പ്രൊപ്പോർഷനാലിറ്റി മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റന്റ് സ്മോൾ ലെറ്റർ k കൊടുക്കാം. അപ്പൊ k Q1 Q2 by R square. ആ k യുടെ വാല്യൂ അത്ര വിശദമായിട്ട് നിങ്ങൾ നോക്കി പോകേണ്ട കാര്യമില്ല. രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഏത് മീഡിയത്തിലാണ് ഈ ചാർജസ് വെച്ചിരിക്കുന്നത്, പിന്നെ ഏത് സിസ്റ്റമോ യൂണിറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ 1/4 എപ്സിലോൺ എന്ന് കൊടുക്കാം. എപ്സിലോൺ നമ്മൾ കഴിഞ്ഞ വർഷം ഒമേഗ പഠിച്ചിരുന്നു. ഒമേഗ ഇങ്ങനെയാണ് നമ്മൾ ഒമേഗ എഴുതുന്നത്. ആ ഒമേഗ എന്ന് പറയുന്ന ലെറ്ററിന് നിങ്ങൾ ഇന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് 90 ഡിഗ്രിയിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസ് ആയിട്ട് 90 ഡിഗ്രിയിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ ഒരു സിമ്പിൾ കിട്ടും. ആ സിമ്പിളിനെ വിളിക്കുന്നത് എപ്സിലോൺ എന്നാണ്. എപ്സിലോൺ നിങ്ങൾ ക്ലാസ് ടേബിൾ നോക്കിയാൽ മതി. ഗ്രീക്ക് ആൽഫബറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെറ്റർ കിട്ടും, എപ്സിലോൺ. ഇപ്പൊ ഇതിനെ വിളിക്കുന്നത് എപ്സിലോൺ. അതിന്റെ വാല്യൂ ഒന്നെങ്കിൽ നമുക്ക് 4 എപ്സിലോൺ 0 എപ്സിലോൺ r എന്ന് എഴുതാം, അല്ലെങ്കിൽ 4 എപ്സിലോൺ 0 into k എന്ന് എഴുതാം, ക്യാപിറ്റൽ k. ഇനി എന്താണ് എപ്സിലോൺ ഞാൻ എഴുതിയിട്ടുണ്ട്. പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വരുന്ന ഒരു കുട്ടീനെ അധ്യാപകൻ ചിലപ്പോൾ ഒന്നെങ്കിൽ പെർമിറ്റ് ചെയ്യാം, അകത്തേക്ക് കടത്തി വിടാം.
അല്ലെങ്കിൽ കയറാൻ അനുവദിക്കാം അല്ലെങ്കിൽ അനുവദിക്കത്തില്ല. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടോ ഇല്ലേ എന്ന് ഉണ്ടോ ഇല്ല അറിയാവുന്നൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ആ ഒരു അർത്ഥത്തിലാണ് പറയുന്നത് പെർമിറ്റിവിറ്റി എന്നുള്ളത്. പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. എപ്സിലോൺ ആർ, ആർ ഉദ്ദേശിക്കുന്ന റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഞാനിവിടെ കെ ഇട്ടിട്ടുണ്ട്. കെനെ വിളിക്കുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഇപ്പൊ ചില സ്ഥലത്ത് എപ്സിലോൺ ആർ ആയിരിക്കും കൊടുക്കുന്നത്, ചില സ്ഥലത്ത് കെ ആയിരിക്കും കൊടുക്കുന്നത്. ഇനി എപ്സിലോൺ സീറോയെ വിളിക്കുന്നവര് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം. അതിന്റെ വാല്യൂ 8.85 × 10⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി കെയുടെ വാല്യൂ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന വാല്യൂ ആണ് 4 × പൈ. പൈയുടെ വാല്യൂ 3.14. എപ്സിലോൺ സീറോയുടെ ഈ വാല്യൂ കൊടുക്കുക. അപ്പൊ എയറിലാണെങ്കിൽ ഈ വാല്യൂ നമ്മൾ എയറിലാണ് കൊടുക്കുന്നത്. എയറിലാണെങ്കിൽ 9 × 10⁻9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. അപ്പൊ പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം കെയുടെ വാല്യൂ 9 × 10⁻9 ആണ്. ഇനി കെയുടെ വാല്യൂ എന്തൊക്കെയാണ്? ഇത് സ്മോൾ ലെറ്റർ കെ. ഇനി ക്യാപിറ്റൽ ലെറ്റർ കെ, അതായത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ ഇവിടെ ഞാൻ ഏകദേശം കൊടുത്തിട്ടുണ്ട്. വാക്വം എടുക്കുകയാണെങ്കിൽ 1, എയർ ആണെങ്കിൽ 1.00054. നിയർലി എത്ര തന്നെ എടുക്കാം? 1 തന്നെ എടുക്കാം. വാട്ടർ ആണെങ്കിൽ 80. ഇനി മെറ്റൽസ് ആണെങ്കിൽ കെയുടെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. എപ്സിലോൺ ആർ എന്താ, അതിന്റെ പേരെന്താ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഞാൻ നോട്ട് തന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ച് പഠിച്ചേക്കണം. എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ. എപ്സിലോൺ എന്താ? പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. എപ്സിലോൺ സീറോ എന്താ? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പൊ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം to the permittivity of free space. അല്ലെങ്കിൽ epsilon r is equal to force in air divided by force in a medium. അപ്പോൾ അതെങ്ങനെ ഡിഫൈൻ ചെയ്യാം? It is defined as a ratio of force of interaction. Interaction എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ attraction repulsion വരും. Force of interaction in air to the force of interaction in the medium. ഇപ്പൊ രണ്ട് ഡെഫിനേഷൻ എപ്സിലോൺ ആറിന് രണ്ട് ഡെഫിനേഷൻ ഒന്ന് എഴുതി പഠിച്ചു പോകണം. റേഷ്യോ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അല്ലെങ്കിലോ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഇൻ എയർ, അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടു ചാർജസ് പ്ലേസ്ഡ് ഇൻ എയർ ടു ദ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ വെൻ പ്ലേസ്ഡ് ഇൻ ദ മീഡിയം. ക്ലിയർ ആയി എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പൊ കൂളംസ് ലോ നല്ലോണം നിങ്ങൾ എഴുതി പഠിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കൂടെ ഞാനിപ്പോൾ ഡിസ്കഷൻ നടത്താൻ പോവുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടൊരു പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റും. കാൽക്കുലേറ്റർ ഒന്നും വേണ്ട. അപ്പോൾ വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജ് സ്പിയേഴ്സ് ഹാവിംഗ് ചാർജ് 2 × 10⁻⁷ Coulomb and 3 × 10⁻⁷ Coulomb placed in air at 30 cm apart. Placed in air. അതോടെ നോക്കിയേക്കണം. മീഡിയം ആണെങ്കിൽ ആ വാല്യൂ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ ചാർജസിന്റെ വാല്യൂ നമുക്ക് ഇവിടെ എഴുതാം. Q1 2 × 10⁻⁷ Coulomb, Q2 3 × 10⁻⁷ Coulomb. R 30 സെന്റിമീറ്റർ ആണ്. അത് നിങ്ങൾ 0.3 മീറ്റർ എന്നാക്കണം. ഇനി ഫോഴ്സിന്റെ ഫോർമുല നമ്മൾ നേരത്തെ എഴുതി പോയതാണ്. 1/4πε0. എയർ ആയതുകൊണ്ട് റിലേറ്റീവ് പെർമിറ്റിവിറ്റി നിയർലി 1 ആയിട്ട് എടുക്കാം. എയറിന്റെ വാല്യൂ നമ്മൾ കാണിച്ചാണ് 1.0049 ആണ്. നിയർലി ഈക്വൽ ടു 1 ആയിട്ട് എടുക്കാം. അപ്പൊ എപ്സിലോൺ 0 1/4πε0 Q1 Q2/r².
ഈ 1/4πε0 പകരമാണ് 9 × 10⁻⁹ കൊടുക്കുന്നത്. ഇൻറ്റു 10⁻⁻7 ഇൻറ്റു 3 × 10⁻⁻7 ഡിവൈഡ് ബൈ 0.3 ഹോൾ സ്ക്വയർ. നമുക്ക് ഇങ്ങനെ എഴുതാം. 9 ഇൻറ്റു 2 ഇൻറ്റു 3 2 ഇൻറ്റു 3 10⁻9 ഉണ്ട്. 10⁻⁻7 -7 -14 -5. ഇനി താഴെ 0.3 സ്ക്വയർ 0.09 ആണ്. ആ 0.9 നമുക്ക് 9 × 10⁻⁻2 എന്ന് എഴുതാം. അപ്പൊ ഈ 9 ക്യാൻസൽ ആയി പോകും. ഇനി 2 × 3 6 വരും. 10⁻⁻5 മുകളിലുണ്ട്, -2 താഴെ ഉണ്ട്. -2 മുകളിൽ വരുമ്പോ +2. അപ്പൊ -5യുടെ കൂട്ടത്തില് +2 ആഡ് ചെയ്ത് വരുമ്പോൾ -3. അപ്പൊ ഇതാണ് എന്റെ ആൻസർ. 6 × 10⁻³ ന്യൂട്ടൺ. അപ്പൊ ഇന്ന് ഈ സെക്ഷൻ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് പഠിച്ച ടോപ്പിക്കുകൾ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. നമ്മൾ ഇന്ന് പഠിച്ചത് ആദ്യം കഴിഞ്ഞ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വാണ്ടൈസേഷൻ റൂളുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ആദ്യം ചെയ്തത്. പിന്നെ കൂളംസ് ലോ, ഈ യൂണിറ്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിസം വരുമ്പോൾ രണ്ട് ഫോഴ്സും കൂടെ വരുന്നുണ്ട്. ഇപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് കൂളംസ് ലോ പറയുന്നത്. അപ്പോൾ ആ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണേറ്റ് ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് എന്നും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണേറ്റ് ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പുതിയ ടേംസ് നമ്മൾ പെർമിറ്റിവിറ്റി എന്നൊക്കെ പഠിച്ചിരുന്നു. പെർമിറ്റിവിറ്റി, റിലേറ്റീവ് പെർമിറ്റിവിറ്റി, ഡയലക്ട്രിക് കോൺസ്റ്റന്റ്, അതിന് പല സബ്സ്റ്റൻസിന് പല വാല്യൂ ആണ്. അത് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു പോവുക. കുറേശ്ശെ തരുന്നുള്ളൂ ടോപ്പിക്ക്. അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ നമസ്കാരം.